തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണം 52ആയി. ചികിത്സയിലുള്ള 30 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കേസിലെ മുഖ്യപ്രതി ചിന്നദുരയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച് മദ്രാസ് ഹൈക്കോടതി രംഗത്തെത്തുന്നതും നമ്മൾ കണ്ടു. ദുരന്തത്തെ സാധാരണമായി കാണാൻ കഴിയില്ല എന്ന് കോടതി വിമർശിച്ചു. കള്ളക്കുറിച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്തും മനേഷ് മൂർത്തിയും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം എസ് ശ്രീകാന്തിലേക്കാണ്. ശ്രീകാന്ത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, അതിൽ മുഖ്യപ്രതി പിടിയിലാകുന്ന സാഹചര്യം, അതുപോലെ അവിടെ ഈ വ്യാജ മദ്യവിൽപ്പന വ്യാപകമായി നടക്കുന്നു എന്നത് ദൃശ്യങ്ങൾ സഹിതം ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന നിലയിലേക്ക് പോകുന്നു. ഒരു സാധാരണ നിലയിൽ അവിടെ ഒരു സാധാരണ കച്ചവടം നടക്കുന്നത് പോലെ ഈ വ്യാജമദ്യത്തിൻ്റെ കച്ചവടം നടക്കുന്ന നില, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ശ്രീകാന്ത്? റിജിത്ത്, ഇന്നലെ 3 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പിടിയിലായത്. ഇന്നിപ്പോൾ 2 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ മുഖ്യ പ്രതിയാണ് ഇന്ന് പിടിയിലായ ചിന്നദുരൈ. ഈ ചിന്നദുരൈയാണ് മെത്തനോൾ വാങ്ങി ഗോവിന്ദരാജിന് നൽകിയത് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചിന്നദുരൈയെ പിടികൂടിയത് കടലൂരിൽ നിന്നാണ്. ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച് പോലീസ് സ്ഥിരീകരണം നടത്തുകയും ചെയ്തത്. ഈ ചിന്നദുരൈ ഏതാണ്ട് 100-നടുത്ത് കേസുകളിൽ മുൻപ് സമാനമായ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. വ്യാജമദ്യ കേസുകളിൽ ഇയാൾ മുൻപും പ്രതിയായിരുന്നിട്ടുണ്ട്, അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഒരു കൊടും ക്രിമിനലാണ് ചിന്നദുരൈ എന്ന കാര്യം വ്യക്തമാവുകയാണ്. മറ്റൊന്ന്, മാതേഷ് എന്നയാൾ കൂടി ഈ കേസിൽ പിടിയിലായിട്ടുണ്ട്. അതായത് ഇയാളാണ് ഈ മെത്തനോൾ ഈ ചിന്നദുരൈക്ക് നൽകുന്നത്. ഇയാൾ നേരത്തെ തന്നെ മറ്റൊരു സമാനമായ വ്യാജമദ്യ ദുരന്ത കേസിൽ പ്രതിയാവുകയും ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടയാൾ കൂടിയാണ് ഈ മാതേഷ് എന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കുന്നു. അതായത് കൊടും ക്രിമിനലുകൾ ഉൾപ്പെട്ടതാണ് ഈ വ്യാജമദ്യ ദുരന്തം എന്ന് വ്യക്തമാകുന്നു. 52 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 30 പേർ ഇപ്പോഴും ഈ ആശുപത്രികളിൽ തുടരുകയാണ്. ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റങ്ങളില്ല. ഈ മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊന്ന്, ഇന്ന് നമ്മൾ ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതായത് തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ, അത് ഈ കള്ളക്കുറിച്ചിയിൽ മാത്രമല്ല മറ്റ് വിവിധ ഭാഗങ്ങളിൽ ഈ രീതിയിൽ തന്നെ വ്യാജ മദ്യ വിൽപ്പന തകൃതിയായി നടന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പ്ലാസ്റ്റിക് പാക്കറ്റുകളിൽ ഈ വ്യാജ മദ്യം നിറച്ച് അത് ഇരുചക്ര വാഹനങ്ങളിൽ സാധാരണക്കാർക്ക് പരസ്യമായി തന്നെ വിതരണം ചെയ്യുന്ന രീതിയും കാണാൻ സാധിച്ചു. പോലീസൊക്കെ തന്നെ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഈ സംഭവം നടന്ന കള്ളക്കുറിച്ചി കരുണാപുരത്ത് കോളനിക്കുള്ളിൽ ഈ പോലീസ് സ്റ്റേഷന്, കള്ളക്കുറിച്ചി പോലീസ് സ്റ്റേഷന് ഏതാണ്ട് 300 മീറ്റർ മാറിയാണ് ഈ ഒരു ഷെഡിൽ ഈ വ്യാജവാറ്റും വിൽപ്പനയും പരസ്യമായി നടന്നതെന്നതും നമ്മൾ പുറത്തുവിടുകയും ചെയ്തു. അത്ര കണ്ട് കുത്തഴിഞ്ഞ രീതിയിലാണ് ഇവിടുത്തെ അധികൃതരുടെ നീക്കങ്ങളും പോലീസിന്റെ പ്രവർത്തനവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. കള്ളക്കുറിച്ചിയിൽ നിന്ന് 52 മരണം എന്നുള്ള മരണസംഖ്യയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ തന്നെ അത് സ്ഥിരീകരിക്കുന്നു. നിയമസഭയിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ വിവാദം, നിയമസഭയിൽ സർക്കാരിനെതിരായ അതിരൂക്ഷ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന സാഹചര്യം